നമസ്കാരം. ഇന്ന് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുത്തമമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോന്നുമുണ്ട്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. അതുപോലെ നമ്മുടെ ലോകത്ത് കാലത്തിനതീതമായിട്ട് സഞ്ചരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അത് ഈശ്വരൻ തലച്ചോറിലൂടെ പ്രവർത്തിപ്പിക്കുന്നത് നാടിൻ്റെ നന്മയ്ക്കാണ്. സുരക്ഷിതത്വത്തിൻ്റെ കാവൽ മാലാഖമാരായി അവരെപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാകും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജെം സ്റ്റോണുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതുവരെയും റൂബി, എമറോൾഡ്, യെല്ലോ സഫയർ, വൈറ്റ് സഫയർ, ബ്ലൂ സഫയർ, കാറ്റ്സൈ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന രത്നം ധരിച്ചാൽ ഗുണമുണ്ടാകുമോ, ഈ രത്നം ധരിച്ചാൽ ഗുണമുണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നിങ്ങൾ ധരിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വിളിച്ച് നമ്മളടുത്ത് ചോദിക്കുന്നതാണ് ഈ കാറ്റ്സൈയെക്കുറിച്ച്. കാറ്റ്സൈയുടെ സ്റ്റോൺസ് എല്ലാ പേർക്കും അനുകൂലമായിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ കാറ്റ്സൈ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ധരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഇത്രയും വർഷത്തെ അറിവ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ആ ഒരു കാറ്റ്സൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൂര്യശോഭ അല്ലെങ്കിൽ ഒരു പ്രകാശപൂരിതമായിട്ട് നാച്ചുറലായിട്ടൊരു ലൈനുള്ള നൂല് എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഒരു തരത്തിൽപ്പെട്ട നല്ല ക്രിസ്റ്റൽ ക്ലിയർ കാറ്റ്സൈയാണ്, നല്ല ക്ലാരിറ്റി ഉള്ള കാറ്റ്സൈയാണ്. അപ്പോൾ കാറ്റ്സൈ ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസപ്രകാരം കാറ്റ്സൈ ധരിക്കുന്നവർക്ക് നമ്മുടെ വെയിൻസിനുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിനുള്ള എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള എനർജി ഫോർമേഷൻ കൊണ്ട് നമുക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറയാൻ സാധിക്കുക. അവർ ധരിക്കുമ്പോൾ ഇന്ന ഗുണങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടാവും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഒരുപാട് പേർക്ക് കാറ്റ്സൈ ധരിക്കണമെന്നുണ്ട്. കല്ലിൻ്റെ ഭംഗി കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഈ കാറ്റ്സൈ ഞങ്ങൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? പക്ഷേ കാറ്റ്സൈ കൃത്യമായിട്ടുള്ള അളവും കൃത്യമായിട്ടുള്ള നമ്മുടെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ടും അല്ലാതെ കാറ്റ്സൈ ധരിക്കുന്നെങ്കിൽ ആ കാറ്റ്സൈ ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള എനർജി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഭയങ്കര അസ്വസ്ഥത സൃഷ്ടിക്കും. എല്ലാം അമൃതും അളവിൽ കൂടുതലായാൽ അത് ദോഷമാണ്. അതെപ്പോഴും നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചതാണ്. നമുക്കെപ്പോഴും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ആ ലിമിറ്റിനപ്പുറം നമ്മൾ ധരിക്കുക. ഇപ്പോൾ ഒരു കല്ല് ധരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 ക്യാരറ്റ് 10 ക്യാരറ്റിലൊക്കെ ധരിക്കണം, ആ ഒരു 50 ക്യാരറ്റിൻ്റെ ഒരു 40 ക്യാരറ്റ് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വെയ്റ്റിന് ആനുപാതികമായിട്ട് നമ്മൾ ധരിക്കുന്നതും ആ നക്ഷത്രപ്രകാരം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. ഇത് നമ്മുടെ വിശ്വാസമാണല്ലോ അല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ധരിച്ചു വരുന്നത് കല്ലുകളൊക്കെ പൊതുവിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധരിക്കുന്നവരുമുണ്ട്. അല്ല, ഗുണത്തിന്, ഏറെ പേരും ഗുണത്തിന് വേണ്ടി തന്നെയാണ് ഓരോ സ്റ്റോൺസ് ധരിക്കുന്നത്, ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റോൺ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ലാതെ നമുക്ക് ഭംഗിക്കായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കാറ്റ്സൈ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് കാറ്റ്സൈ എന്ന് പറയുന്ന ഒരു 2 ക്യാരറ്റ് 3 ക്യാരറ്റൊക്കെ ധരിക്കുമ്പോൾ. അപ്പോൾ കാറ്റ്സൈ 1 ക്യാരറ്റല്ല, 2 ക്യാരറ്റല്ല, 3 ക്യാരറ്റ് 5 ക്യാരറ്റ് അങ്ങനെ ഉണ്ട്. പക്ഷെ മിനിമം നമുക്കൊരു എനർജി ഉണ്ടാവാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ വെയിൻസിന് കാറ്റ്സൈയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മുടെ ഞരമ്പുകൾക്ക്, ബ്ലഡ് സർക്കുലേഷന് ഒക്കെ നല്ല എനർജി ഫോർമേഷൻ കൊടുക്കുന്ന ഒന്നാണ് കാറ്റ്സൈ. അപ്പോൾ കാറ്റ്സൈ നമുക്ക് ധരിക്കുമ്പോഴുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നതും പൊതുവിൽ ഈ കാറ്റ്സൈ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിൻ്റെ അകത്ത് ഒരു നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്കൊരു നാച്ചുറൽ ഇമ്പാക്റ്റ് കാണാൻ സാധിക്കും. എന്താണ്? അതായത് നമ്മളുടെ ഒരു യൂണിവേഴ്സ് എന്ന് പറയില്ലേ, നമ്മുടെ ആകാശം, ആ രീതിയിലാണ്. അതായത് ഒരു കൃത്യമായിട്ട് ഒരു ദൈവികമായിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒന്ന് തന്നെയാണ് കാറ്റ്സൈ. കാര്യം അതിലേക്ക് പ്രകാശം പതിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ലൈൻസും അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഗ്ലാസ് പോലെ തോന്നുന്ന രീതിയിലുള്ള അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻക്ലൂഷൻസ് ഉണ്ട്. ആ നാച്ചുറലായിട്ടുള്ള ഇൻക്ലൂഷൻസും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതൊരു ഭാഗ്യമുള്ള ഏറ്റവും നല്ല
സ്റ്റോൺസുകളിൽ എല്ലാം നല്ല രത്നങ്ങളാണ്. പക്ഷെ അതിൽ പ്രമുഖമായിട്ട് കാണപ്പെടുന്നതും നല്ല രീതിയിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള ഒരു രത്നവും കൂടിയാണ് ഈ കാറ്റ്സൈ. ഇത് ഏറ്റവും നല്ല കാറ്റ്സൈ കിട്ടുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത്. ഞാനത് നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ ആ കാറ്റ്സൈക്ക് പൊതുവിൽ എപ്പോഴും ഈ തിരുവനന്തപുരത്തുള്ള കാറ്റ്സൈ എന്നൊക്കെ പറഞ്ഞ ലോകത്ത് തന്നെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള കാറ്റ്സൈകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് കിട്ടിയാലും നമുക്ക് വിലയില്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനം അത് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഗവൺമെൻറ് മൈനിങ് ഒക്കെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നോക്കണമല്ലോ. നമുക്ക് ഇന്ന് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്, ഞാൻ ഇവിടെ വീഡിയോ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വന്നതാണ്. നമ്മുടെ ഉരുൾപൊട്ടൽ അവിടെ നമ്മുടെ തുരങ്കപാത വയനാട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അവിടെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ആ കമ്പനിക്കാരൻ്റെ അതെടുത്ത ആൾ ആ മണ്ണ് നീക്കം ചെയ്യാത്തതാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മളുടെ സന്തുലിതാവസ്ഥ, നമ്മുടെ പരിസ്ഥിതി, അതാണ് ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നത്, ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. നമ്മളെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ള മൂല്യമുണ്ട്. ഈ പ്രകൃതിയെ നമ്മൾ അത്രയും സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴേ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ. ഈ ആവാസ വ്യവസ്ഥ, ഈ പ്രകൃതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അത് മനസ്സിലാക്കിയാൽ കഴിവതും നമുക്ക് പ്രകൃതിയെ കൂടുതലായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും കാടുകളും വനങ്ങളും, കാടായാലും വനമായാലും ഒക്കെ ഒന്ന് തന്നെയാണ്. കാട്, അതുപോലെ തന്നെ ജലാശയങ്ങളും മനോഹരമായ പുൽത്തകിടികളൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഘടകങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ എല്ലാ പേരും സംരക്ഷിക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സംരക്ഷണം ചെയ്യുമ്പോൾ പ്രകൃതി നമ്മളെ കാത്തുരക്ഷിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കാറ്റ്സൈ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ കാറ്റ്സൈ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കൈവേദന, അല്ലെങ്കിൽ കൈയുടെ ഒരു ചലനമില്ലായ്മ, അല്ലെങ്കിൽ കാലുകൾക്ക് ചലനമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ നക്ഷത്രപ്രകാരം കാറ്റ്സൈയാണ് ധരിക്കാനുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മൊത്തം ഒരു 100% പരിഹാരമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു 25-30% ഉള്ള റെമഡീസാണ്. കാര്യം ഞങ്ങളുടെ ഇതിടുമ്പോൾ വെയിൻസിനുള്ള ഒരു എനർജി ഉണ്ടാവും. ആ വെയിൻസിൻ്റെ എനർജി അത് ധരിക്കുന്നവർക്കേ അറിയാവൂ. നമുക്ക് തർക്കിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ ഗുണമാണെന്ന് പറയും, അപ്പുറത്തിരുന്നുകൊണ്ട് ഗുണമല്ല എന്ന് പറയും. അതെന്ത് ഗുണം ആയിക്കോട്ടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഈ കാറ്റ്സൈ ധരിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ഓരോ കല്ലുകൾക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രീതിയിലുള്ള സ്വാധീനം നമ്മുടെ ശരീരത്തിൽ ചെലുത്താൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് കല്ല് ചോദിക്കുന്നവരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഓരോ കല്ലുകൾക്ക് അനുയോജ്യമായ കല്ലുകൾ മാത്രമേ ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് കൊടുക്കാറുള്ളൂ. നമുക്ക് കൃത്യമായിട്ടുള്ള വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളൊരു ജെം സ്റ്റോൺ കൊടുക്കുന്നത്. അപ്പോൾ ആ ജെം സ്റ്റോൺ അവർ ധരിക്കുക എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ധരിച്ചാൽ അതിൻ്റെ മാറ്റം ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുവരെ ധരിച്ച നമ്മുടെ ക്ലയൻസ് സാക്ഷി. അപ്പോൾ ഇത് നമ്മൾ നാളെ ബിസിനസ് ഉണ്ടാവാൻ വേണ്ടി പറയുന്നതല്ല. ഓരോ കല്ലുകൾക്കും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ആ കല്ലുകളിൽ ഏറ്റവും നല്ല കല്ല്, ഏറ്റവും മോശം കല്ല് അങ്ങനെയൊന്നുമില്ല. പക്ഷേ വിവിധ തട്ടുകളുണ്ട്. ബേസ് ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, ഏറ്റവും ലോ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലോ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ കല്ലിലുള്ള ട്രാൻസ്പറൻസിയാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മാനദണ്ഡം. ക്വാളിറ്റി ബേസ് അതിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻക്ലൂഷൻസ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ കല്ലുകൾക്കും ഓരോ ഇതുണ്ട്. ഇപ്പം തന്നെ ഒരു റൂബി 64.5 ക്യാരറ്റ് വരുന്ന റെഡ് റൂബിയാണ്. 64 കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ. അതും കല്ലാണ്. അതിനെ നമുക്കിവിടെ 5000 രൂപയ്ക്ക് റൂബിയുണ്ട്. അപ്പോൾ ഈ 64 കോടിയുടെ റൂബിയും 5000 രൂപയുടെ റൂബിയും കൂടി ഏതാണ്ട് ഒരുപോലെ താരതമ്യം ചെയ്യാൻ നിന്ന് നടക്കുക. അപ്പോൾ അതൊരു ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നുള്ളതാണ്. പിന്നെ ഒന്നിലും പെടാത്തൊരു ഹയർ ക്വാളിറ്റിയാണ് AAA+. ഞാനിപ്പോൾ ഈ 64 കോടി പറഞ്ഞ AAA+ ആണ്. അത് ഏറ്റവും പ്യുവറസ്റ്റ്, സൗന്ദര്യാത്മകമായിട്ട് പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള കല്ലുകളാണ് ഈ AAA+ കാറ്റഗറീസിൽ വരുന്നത്. അത് നാച്ചുറലായിട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഓസം. അത് നമുക്ക് എത്ര നോക്കിയാലും നമ്മൾക്ക് കണ്ണെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ വളരെ സൗന്ദര്യാത്മകമായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ AAA+ ഒക്കെ കാണുമ്പോൾ
ദൈവം ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ എന്ന് തോന്നിയിട്ടുണ്ട്. ചില കല്ലുകൾക്ക് അതിയായ സൗന്ദര്യമുണ്ട്. പിന്നെ ഏറ്റവും ബേസ് ക്വാളിറ്റിക്കും സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കല്ലുകളെല്ലാം സൗന്ദര്യമാണ്, പക്ഷേ അതിൽ ട്രാൻസ്പെറൻസി ഈസ് വെരി ഡിഫറെൻറ്റ്. ട്രാൻസ്പെറൻസിയിലാണ് കല്ലിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കല്ല് ധരിക്കണം. ആ കല്ല് ധരിക്കണമെങ്കിൽ ആ കല്ലിന് പകരം ഏതെങ്കിലും ഉപരത്നം ധരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. നമുക്കിപ്പം ഒരു കല്ല് ധരിക്കുമ്പോൾ അതിൻ്റെ ഉപരത്നം ധരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പം മിക്കവാറും എല്ലായിടത്തും. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, സ്വാഭാവികമായിട്ടും അവരവരുടെ ജീവിത മാർഗങ്ങളാണല്ലോ. പക്ഷേ നമ്മളീ പറയുന്നതൊന്നും ഡിലീറ്റ് ആവുന്നില്ല. ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യമായാലും മറ്റൊരാൾ സംസാരിക്കുന്ന കാര്യമായാലും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്നത് ഇന്നത്തെ ദിവസം കൊണ്ട് ഡിലീറ്റായി പോവില്ല, അതവിടെ കിടക്കും. അപ്പം നമ്മൾ പറയുന്ന ഈ അസംബന്ധങ്ങൾ മറ്റുള്ളവർക്ക് എങ്ങനെ സ്വീകാര്യമാവും? അത് കേൾക്കാൻ വേണ്ടി കേൾക്കുന്നവരിൽ തന്നെ ഒരു 10% പേര് അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള നോളജിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യം പറയാവും. അപ്പോൾ ഓരോ കല്ലുകളും നമ്മൾ ധരിക്കുമ്പോൾ ആ കല്ലിന് ഉണ്ടാകുന്ന ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഉണ്ട്. ഇന്ദ്രനീലം ധരിക്കേണ്ട ഒരാൾ അതിനു പറ്റിയ ഒരു ഉപരത്നം എന്നുള്ളൊരിതില്ല. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കല്ലിന് ഉപരത്നമില്ല. ഒരു കല്ലിനും ദൈവം യെല്ലോ സഫയറിന് ഉപരത്നമായിട്ട് വേറൊരു കല്ലിനെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യർ ഒരാളെപ്പോലെ 7 പേർ ഈ ലോകത്തുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരിക്കാം. പക്ഷെ കല്ലുകൾക്ക് അങ്ങനെയില്ല. യെല്ലോ സഫയർ ആണ്, ബ്ലൂ സഫയർ ആണ്, വൈറ്റ് സഫയർ ആണ്, റൂബിയാണ്, എമറോൾഡ് ആണ്, ഡയമണ്ട് ആണ്. ഇതിനെല്ലാം ഒരു കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിക്കപ്പെടുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. നമുക്ക് ഈ മോതിരത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എപ്പോഴും ഞാൻ പറയുന്നത് കല്ലുകൾ ധരിക്കുമ്പോഴുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചാണ്. ഒരു കല്ല് ഇപ്പം മോതിരമായിട്ട് ഗുണമുണ്ടാകണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കല്ലിലൂടെ ഉണ്ടാവണമെങ്കിൽ ഒരു കല്ല് നിങ്ങൾ ധരിക്കണം. ഒരു കല്ല് ധരിക്കണം. ആ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ കല്ലാണെങ്കിൽ 48 hours കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ആ കല്ല് നിങ്ങളെ ബ്ലഡ് സർക്കുലേഷനുമായിട്ട് യോജിക്കുമെന്നാണ് ശാസ്ത്രം. അത് ഒരു 30 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പോസിറ്റിവിറ്റികൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമ്മൾ ഏലസ് കയ്യിൽ കെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നൂല് കെട്ടുന്നുണ്ട്, ഇങ്ങനെയുണ്ട്. ഈ വിശ്വാസത്തിനപ്പുറം ഈ കല്ലുകളിലൊരു എനർജി ഉണ്ടെന്നുള്ള കാര്യം നമ്മളാരും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രത്നശാസ്ത്രം എന്ന് പറയുന്നതും വളരെ ട്രസ്റ്റ്ഫുള്ളായിട്ടും വളരെ ഈശ്വര ചൈതന്യം എന്നൊക്കെ പറയുന്നൊരു കാര്യം. സമ്പത്തിന് മേന്മ കൂട്ടാനും സമ്പത്തിൻ്റെ ഐശ്വര്യം കൂട്ടാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനും ഒക്കെ യെല്ലോ സഫയർ എന്ന് പറയുന്നത് എന്താ? യെല്ലോ സഫയർ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ കല്ലാണ്. യെല്ലോ സഫയർ നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി മസ്റ്റായിട്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ്. ആ ഒരു എനർജിയാണ്, അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് എത്ര പേർക്കുണ്ട് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ നിങ്ങൾ ഒരു കല്ല് ധരിക്കുമ്പോഴും കൃത്യമായിട്ട് ആ കല്ലിനെക്കുറിച്ച് മനസ്സിലാക്കുകയും, ഇപ്പം ഞങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ പേരും ഞങ്ങളെ വിളിച്ചിട്ട് കല്ല് ചോദിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ കൊടുത്തവർക്ക് ഗുണമുണ്ടായിട്ട് അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ക്ലയൻറ്റ് വരുന്നത്. അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങളൊരു കല്ല് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പറഞ്ഞ് അവർക്കത് കൊടുത്ത് അവർ ധരിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായം നമുക്ക് കിട്ടുമ്പോഴാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലുകളും സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പം മോതിരമായിട്ട് വന്നാലും ശരി, നെക്ലേസ് ആയിട്ട് വന്നാലും ശരി, ബാംഗിൾസ് ആയിട്ട് വന്നാലും ശരി, നമുക്ക് കൊടുക്കുക. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിലൊരു സത്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കല്ലുകളും ധരിക്കേണ്ട രീതിയിൽ ധരിച്ചാൽ മാത്രമേ അവനൊരു അഭിവൃദ്ധി ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. എൻ്റെ കയ്യിൽ എമറോൾഡ് എന്നുള്ള കല്ല് 5 വർഷത്തോളമായി. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ അതിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രതിസന്ധികളിൽ എല്ലാ പേർക്കും വിഷമങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. ഇടകലർന്നല്ല ജീവിതം.
അപ്പോൾ പ്രതിസന്ധികളിലുള്ള രീതിയിൽ ഈ ബിസിനസ്സുകാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്ക്, എന്തെങ്കിലും ഒരു ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ജെം സ്റ്റോൺ ധരിക്കുന്നത് ഉത്തമമാണ്. അത് വളരെ മനോഹരമായി തന്നെ അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾക്ക് നമ്മുടെ വിശ്വാസപ്രകാരം, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ മന്ദടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ കുറച്ചും കൂടി ആധികാരികമായി ജനന സമയവും നമ്മുടെ നക്ഷത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ദശാകാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദശാകാലത്തിന് അനുകൂലമായിട്ടുള്ള കല്ലേത്, ഏതാണ് മൗഢ്യമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ധരിക്കുന്നതാണ് ഈ ജ്യോത്സ്യന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അനലൈസിങ് ഒരു കാര്യത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എനിക്ക് ഒരു കോൾ വന്നു, ഒരു റിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വെയിറ്റ്, അവരുടെ ഭാരമൊക്കെ നോക്കി, അവരുടെ ഭാരം നോക്കിയിട്ട് അവർക്ക് എങ്ങനെയാണ് ധരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ധരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ധരിക്കുമ്പോൾ അവർക്ക് ആ കല്ല് കൊണ്ട് അവർക്ക് ഗുണമേ ഉള്ളൂ, ദോഷം സംഭവിക്കില്ല. അതാണ് ധരിക്കേണ്ട രീതിയിൽ ധരിക്കുന്നത്. പിന്നെ പൊതുവിലുള്ള കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നവരത്ന മോതിരം ആര് വേണോ നവരത്ന മോതിരം ധരിച്ചോളൂ. അത് എന്നെ സംബന്ധിക്കുന്നൊരു വിഷയമേ അല്ല. ഇനി ധരിച്ചവർക്ക് ഗുണം ഉണ്ടായിക്കോട്ടെ, അതും എന്നെ സംബന്ധിക്കുന്നൊരു വിഷയമല്ല. പക്ഷേ നവരത്ന മോതിരം ഞാൻ എൻ്റെ വാക്ക്, എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നവരത്ന മോതിരം ഒരിക്കലും നമുക്കൊരു സ്റ്റെബിലിറ്റി തരില്ല. നവരത്ന മോതിരം ഇടുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതൊരു സ്റ്റെബിലിറ്റി ഇല്ല. കാര്യം നവരത്ന മോതിരം ധരിക്കരുത്. നവരത്ന മോതിരത്തിനെ കൊണ്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, അൺസ്റ്റെബിലിറ്റിയെ ഫീൽ ചെയ്യുള്ളൂ, ദോഷങ്ങളുണ്ടാവും. അത് എല്ലാ പേർക്കും, എത്ര പേർക്ക് ഗുണം കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്തുകൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇതിടുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊരു 1 സെൻറ്റ് 2 സെൻറ്റ് 5 സെൻറ്റ് വരുന്ന കല്ലുകളാണ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ഒരു വിശ്വാസമുണ്ടല്ലോ, നമ്മുടെ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ എനർജിയാണ്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിശ്വാസപൂർവം അർപ്പിക്കപ്പെടുന്ന ഒരു മനസ്സിലേക്ക് കൊടുക്കുന്നൊരു ചിന്തയുണ്ട്. ഇപ്പം നമ്മളൊരു നവരത്ന മോതിരം ധരിക്കും, അതിൽ നമ്മുടെ ആചാരപ്രകാരം അതിലുള്ള 9 ഗ്രഹങ്ങളും ഒരേ രീതിയിൽ ഒരു മനുഷ്യനെ എപ്പോഴും അനുകൂല സ്വാധീനത്തിൽ നിർത്തത്തില്ല. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളെയും പ്രാതിനിധ്യം ചെയ്യുന്ന രത്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള കല്ല് വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഗുണവും ഒന്ന് ദോഷം. അപ്പോൾ ഒരു അൺസ്റ്റെബിലിറ്റി ഫീൽ എപ്പോഴും നവരത്ന മോതിരം ധരിക്കുന്ന ആൾക്കാർക്കുണ്ടാവും. ഇത് ഞാൻ പറയുമ്പോൾ കുറേ പേർക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും താഴെ ദോഷമുള്ളവർ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന പൊതുവിൽ നമ്മൾ നവരത്ന മോതിരം ധരിക്കുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് അതിൻ്റെ ഒരു ഗുണമില്ല, അല്ലെങ്കിൽ അയാൾക്ക് അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് കൂടുതലെന്നുള്ള എൻ്റെ ബോധ്യമാണ്. അതെങ്ങനെ വേണോ എടുക്കാം, അതെങ്ങനെ വേണോ തള്ളിക്കളയാം. അതെൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം ഞാൻ പറയുന്നതുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അതുപോലെ തന്നെ ഡയമണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് വീഡിയോകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടായത് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചാണ് ഞാൻ പറയുന്നത്. ഡയമണ്ടിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായി. നമ്മൾ മോതിരമായിട്ട് ഡയമണ്ട് ഇടുമ്പോൾ അത്രയും റിസ്ക് ഫാക്ടർ ഉള്ളതാണല്ലോ, അതങ്ങനെയാണ്. പിന്നെ ഓർണമെൻറ്റ്സ് എന്നുള്ളൊരു സാധനം എങ്ങനെയാണ്, ആ ഓർണമെൻറ്റ്സ് സെൻറ്റുകൾ കൂടി ചേരുമ്പോൾ നല്ലൊരു ക്യാരറ്റ് ആകുമല്ലോ, അത് ദോഷമില്ലേ എന്നുള്ള ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഡയമണ്ട് എന്ന് പറയുന്നത് 1 ക്യാരറ്റ്, ഒരു റൗണ്ട് ബ്രില്യൻ കട്ടിലുള്ള ഒരു 1 ക്യാരറ്റ് ഡയമണ്ടിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മിനിമം 65 കിലോയ്ക്ക് മുകളിൽ. ഈ ഭാരത്തിനാണ് ഈ 1 ക്യാരറ്റ് അനലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ എനർജി നമ്മൾ ഈ ഡയമണ്ടിനെടുത്ത് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഈ കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് പിടിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പവർ അറിയാൻ പറ്റും. കൈ വെള്ളയിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം ഇതിൻ്റെ എനർജിയായിട്ട് ബാലൻസിങ് ആവുമെന്നും കൃത്യമായിട്ടുള്ള എനർജൈസിങ്ങിലൂടെ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുമെന്നുള്ളതാണ്. അതേസമയം നെക്ലേസുകളെല്ലാം അടി സൈഡ് എപ്പോഴും ക്ലോസ് ഔട്ടാണ് അവരുടെ നെക്ലേസുകൾ. അത് കൃത്യമായിട്ട് ഓരോ സെൻറ്റ് ബൈ സെൻറ്റ് ആയിട്ടാണ് അത് ഡോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 5.5 ലക്ഷം രൂപയുടെ ഒരു ഡയമണ്ട് നെക്ലേസ് കിറ്റുണ്ട്, കിറ്റുണ്ട്. ആ കിറ്റിൽ സെൻറ്റ് ബൈ സെൻറ്റ് ആയിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സെൻറ്റ് നോക്കുമ്പോൾ പിന്നീട് ഒരു ക്യാരറ്റ് ആവും. പക്ഷെ അതിൽ എനർജി ഉണ്ടോ? ഇല്ല. ആ എനർജി നമുക്ക് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇല്ല. കാര്യം എന്താ?
ഓരോ സെൻറ്റ് 5 സെൻറ്റ് 7 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് ഇതിനെയാണ് ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നത്, മോതിരമായിട്ട് കൊടുക്കുന്നത്. ഡയമണ്ട് ഇടണം കേട്ടോ, നിങ്ങൾ 2 സെൻറ്റ് എന്തിന്? ഒരാവശ്യമില്ല. അത് നമുക്ക് ഒരു തരത്തിലുള്ള ദോഷവും ആരെയും ബാധിക്കത്തുമില്ല. ഇപ്പം ചെറിയ ഡയമണ്ട് വെച്ചിട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ചെറിയ ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള റിങ്സുകളുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഹെൽത്ത്, നമ്മളുടെ ഗുണം, നമുക്ക് ഡയമണ്ട് ധരിക്കണമെന്നുള്ള ഒരു ഡയമണ്ട് ധരിക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലിൽ നമുക്ക് ആ ഡയമണ്ട് എങ്ങനെ ധരിക്കാമെന്നുള്ള ചൂണ്ടുവിരൽ ധരിക്കണം. അത് ഒരൊറ്റ ക്യാരറ്റ് അത് ധരിച്ചിട്ട് അത് ധരിക്കുമ്പോഴാണ് അതിൻ്റെ എനർജി നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്, ഡയമണ്ട്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും കിട്ടുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഓരോ കല്ലുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്, ജീവിതയാത്രയുടെ ഭാഗമാകുന്നത്. എല്ലാം ഇപ്പം നമുക്ക് രത്നശാസ്ത്രം പ്രാചീന കാലം മുതൽക്കേ ഇത്രയും നല്ല രീതിയിൽ രത്നങ്ങളെക്കുറിച്ചുള്ള ശേഖരവും രത്നങ്ങളുടെ കലവറയാണ്. രത്നങ്ങൾ മനോഹരമായിട്ടുള്ള കളറുകളുടെ അവരുടെ നെയിം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ ഓരോ കല്ലുകൾക്കും അതിൻ്റെ മൈൻസ് ഉണ്ട്, ഓരോ കല്ലുകൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അപ്പം നാച്ചുറലായിട്ടുള്ള കല്ലുകൾ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എനർജി പോസിറ്റീവായിട്ട് മാറുകയും ആ കല്ല് ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് നിങ്ങൾ കൂടെ കൂട്ടുകയും വേണം. നമ്മുടെ ശരീരത്തോട് യോജിക്കുന്ന ഒരു കല്ല് യോജിക്കാനുള്ളൊരു ടൈമുണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം. അതാണ് പറഞ്ഞത്, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കണം നമ്മളെപ്പോഴും കല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. നിങ്ങൾക്കൊരാഗ്രഹം മനസ്സിൽ വന്നു എന്ന് വിചാരിക്കട്ടെ, കല്ല് ധരിക്കണം. അത് ദൈവം നിങ്ങൾക്ക് തരുന്നൊരു ഇതാണ്. കുറേ പേര് ആൾക്കാർ മനസ്സിൽ കല്ല് വേണ്ട, ധരിക്കേണ്ടത് വരും, അത് ഈശ്വരൻ കൊടുക്കുന്നതാണ്. അപ്പോൾ കല്ല് ധരിക്കണമെന്ന് ചിന്തയുള്ളവർ തീർച്ചയായിട്ടും കല്ല് ധരിക്കുക എന്നുള്ളതാണ്. അതെൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. അത് നമ്മളെ വിളിക്കണമെന്നില്ല. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല നാച്ചുറലായിട്ടുള്ള കല്ലുകൾ നിങ്ങൾക്ക് തരും. അത് നമ്മുടെ അന്നമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും പറയും നമുക്ക് നല്ല കല്ലുകൾ കൊടുക്കാൻ സാധിക്കുക. ധരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ആരെയും നിർബന്ധിച്ചിട്ടല്ല, ധരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ആ ധരിച്ചവർക്ക് ഉണ്ടാകുന്ന ഗുണം കണ്ടിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുക. ഇവിടെ എനിക്ക് ഞങ്ങൾ കൊടുത്ത ക്ലയൻസിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇരുത്തി ഇങ്ങനെ പറയിപ്പിക്കാമായിരുന്നു. എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? നമ്മൾ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തണ്ട, അവരവർക്ക് ബോധ്യപ്പെടേണ്ടതാണ്. നല്ലൊരു കല്ല് ധരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ കല്ലിലുണ്ടാകുന്ന ഗുണങ്ങൾ അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് അവരുടേതാണ്. അത് അവരുടെ പേഴ്സണലാണ്. അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേര് നാളെ വിളിക്കാൻ വേണ്ടിയിട്ടോ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നമ്മളെ ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കോൾസുകളൊന്നും ഞങ്ങൾക്ക് വരുന്നില്ല, ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നില്ല. നമ്മൾ വീഡിയോ കാണുമ്പോൾ ദൈവനിശ്ചയമുള്ള കുറച്ച് പേര് നമ്മളെ വിളിക്കും, അവർ നമ്മളെ അടുത്ത് കല്ല് മേടിക്കും. അതിനപ്പുറം ഭയങ്കരമായിട്ടുള്ള ചലനം കാര്യങ്ങളൊന്നും ഇതിലൂടെ സാധ്യമല്ല. പക്ഷേ ശാന്ത റോയൽസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല നാച്ചുറാലിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള കല്ലുകൾ ആൾക്കാർക്ക് കൊടുക്കുക എന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഏതിലും നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ്. നമ്മൾ ഹൈ ക്വാളിറ്റി ആണെങ്കിലും വളരെ ലോങ് പ്രൈസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. മറ്റുള്ള എല്ലാത്തിനെയും അപേക്ഷിച്ച് ഞങ്ങളുടെ അവിടുത്തെ റേറ്റ് ഏറ്റവും കുറവാണ്. ഹൈ ക്വാളിറ്റി AAA+ കാറ്റഗറീസ് കൊടുക്കുന്നതെങ്കിൽ ആ റേറ്റിന് ഞങ്ങൾ കൊടുക്കും. മീഡിയം ആണെങ്കിൽ ഞങ്ങൾ ആ റേറ്റിന് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കല്ലുകളും സുരക്ഷിതമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ മുന്നോട്ടുള്ള ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് കല്ലുകൾ ധരിക്കുന്നത് ഉത്തമമാണെന്ന് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പോൾ ജീവിതം വളരെ സന്തോഷമായിട്ട് മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ആ ജീവിതത്തിലുള്ള റെമഡീസായിട്ട് നമ്മുടെ കല്ലിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശാന്ത റോയൽസുമായിട്ട് ബന്ധപ്പെടുക. നല്ല കല്ലുകൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിയും. ആ ഒരു പൂർണ്ണ ബോധ്യം ഞങ്ങളിൽ എപ്പോഴും ഉണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ആ വിശ്വാസ്യത ഞങ്ങളെന്നും കാത്തു സൂക്ഷിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.